പട്ടയഭൂമിയിൽ നിന്ന് രാജകീയ മരം മുറിക്കാൻ അനുമതി നൽകിയ 4 റേഞ്ച് ഓഫീസർമാർക്കെതിരെ വിജിലൻസ് കേസ്. അടിമാലി, നേര്യമംഗലം, വെള്ളരിങ്ങാട്, തൊടുപുഴ റേഞ്ച് ഓഫീസർമാർക്കെതിരെയാണ് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായിട്ട്. ജെയിൻ, ഏതൊക്കെ മരങ്ങൾ മുറിക്കാനാണ്, എങ്ങനെ അനുമതി നൽകിയത്, എന്ത് ക്രമക്കേടാണ് ഇക്കാര്യത്തിൽ നടന്നത്? ദിവിഷ, ഇതിൻ്റെ ഒരു പഴയ പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, മൂട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദം 2020 ഒക്ടോബർ 24 അന്നത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ജെ ജയതിലക് ഒരു ഉത്തരവ് ഇറക്കുന്നു. ചന്ദനമൊഴിച്ച് പട്ടയഭൂമിയിലെ എല്ലാ മരങ്ങളും മുറിക്കാനായിരുന്നു അനുമതി. പക്ഷേ ഈ വിവാദ ഉത്തരവിൻ്റെ മറവിൽ വലിയ അളവിൽ മരം വെട്ടിക്കടത്തി. പ്രത്യേകിച്ച് ഈട്ടി, എബണി, തേക്ക്, ഇതാണ് രാജകീയ മരങ്ങൾ. ആ മരങ്ങൾ വെട്ടിക്കടത്തി. സ്വാഭാവികമായും വിവാദമായതോടുകൂടി 2021 ഏപ്രിൽ 2 ഈ ഉത്തരവ് റദ്ദാക്കി. പക്ഷേ ഈ ഉത്തരവ് റദ്ദാക്കിയിട്ടും പലയിടങ്ങളിലും വീണ്ടും മരം മുറിക്ക് അനുമതി നൽകുകയും മരം മുറിക്കപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നേരത്തെ ഒരു SIT വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയും അന്നത്തെ ശ്രീജിത്ത് അടക്കമുള്ള IG ഉൾപ്പെടെയുള്ളവർ ഇതിന് മേൽനോട്ടം വഹിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ കേസിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ 4 റേഞ്ച് ഓഫീസർമാർക്കെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉത്തരവ് റദ്ദാക്കിയിട്ടും വീണ്ടും മരം മുറിക്കാൻ അനുമതി നൽകിയതിനാണ് കേസെടുത്തിരിക്കുന്നത്. അടിമാലി, നടപടി എടുത്തിരിക്കുന്നു. അതിൽ അന്വേഷണവും കാര്യമായി മുന്നോട്ട് പോകട്ടെ, പാതി വഴിയിൽ അവസാനിപ്പിക്കാതിരിക്കട്ടെ നടപടി എന്നത് മാത്രമാണ് കരുതുന്നത്. 4 റേഞ്ച് ഓഫീസർമാർക്ക് എതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. ജെയിൻ എസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്.